ഹലോ, നമുക്കിന്നൊരു വളം പരിചയപ്പെട്ടാലോ? ജൈവ വളമാണ് കേട്ടോ. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ മുട്ടത്തോട് നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടുണ്ട്. അത് നമുക്കിതുപോലെ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് പിന്നെ ഒരു കുപ്പിയിലെടുത്ത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഒരു സ്പൂണൊക്കെ എടുത്ത് ചെടിക്ക് കൊടുത്താൽ മതിയാവും. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു വളമാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ചെടിക്ക് നമുക്ക് ഒരു സ്പൂൺ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു ചെറിയൊരു എമൗണ്ട് മതിയാവും. അതിങ്ങനെ നമുക്ക് ചുറ്റും ജസ്റ്റ് ഇങ്ങനെ വെതറി കൊടുക്കാം. അങ്ങനെ എന്താ പറയുക, ചെടിയുടെ കടയിൽ നോക്കിയിട്ട് ഇടരുത്. ചുറ്റും ഇങ്ങനെ വെതറി കൊടുക്കുകയാണെങ്കിൽ ബെറ്ററാണ്. അത് പതുക്കെ പതുക്കെ ചെടി വലിച്ചെടുത്തോളും. ഓക്കെ, മുട്ടത്തോടായതുകൊണ്ട് തന്നെ നമുക്കറിയാം നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പം അതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ മുട്ടയുടെ തോടിൽ കുറേ പ്രോട്ടീൻസ് ഉണ്ടെങ്കിലും കാൽസ്യത്തിൻ്റെ അളവാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ ഈ കാൽസ്യം എന്ന് പറയുന്നത് ഒരു ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ അതിന് കായ ഉണ്ടാവാൻ, പൂവിടാൻ ഒക്കെ ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ടത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കായൊന്നും പിടിക്കാത്ത ചെടികളാണെങ്കിൽ നമുക്ക് ഈ ഒരു മുട്ടത്തോടിൻ്റെ ജൈവവളം പരീക്ഷിച്ച് നോക്കാം. അതിന് എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ, 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെപ്പോഴും ഒരു അസിഡിറ്റി ലെവൽ ഉണ്ടായിരിക്കും. അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ കാൽസ്യത്തിന് പറ്റും. എല്ലാ ചെടികൾക്കും ഈ അസിഡിറ്റി ലെവൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ബാലൻസ് ചെയ്ത് അതുപോലെ pH ലെവലൊക്കെ നോർമലാക്കി ചെടിയുടെ സാധാരണ വളർച്ചയ്ക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കറിയാം, ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒക്കെയാണ്, മാഗ്നീഷ്യമൊക്കെ. അപ്പോൾ അത് മണ്ണിൽ ഉണ്ടെങ്കിലും ചില ചെടികൾക്ക് അതിൻ്റെ വേരിന് അത് വലിച്ചെടുക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ വേരിനായൊരു കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാൽസ്യത്തിൻ്റെ ഈ മുട്ടപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കഴിവൊക്കെ ആ വേരിന് വരും കേട്ടോ. അതുപോലെ മണ്ണിൻ്റെ ഘടനേനെ തന്നെ അത് മാറ്റിയെടുക്കും, നല്ല രീതിയിൽ മാറ്റിയെടുക്കും. നല്ലൊരു എന്താ പറയുക, എയറൊക്കെ നല്ലോണം സർക്കുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഓക്കെ, അതുപോലെ ഈ ഒച്ചിൻ്റെ ശല്യമൊക്കെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ടല്ലേ, ഒച്ച് അല്ലെങ്കിൽ ചില കീടങ്ങളൊക്കെ. അപ്പം മുട്ടപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ ഈ ഒച്ചുകളൊന്നും അധികം അങ്ങോട്ട് വരില്ല. പിന്നെ ഒരു പരിധി വിട്ട് നമ്മൾ ഈ ഒരു വളം എപ്പോഴെപ്പോഴും കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. വളരെ ആവശ്യമായിട്ടുള്ള സമയത്ത് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെടി തന്നെ നശിച്ചു പോകും. അപ്പോൾ വളം ഓവറാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ.